വയനാട് തമിഴ്നാട് അതിർത്തിയിൽ പുലിയുടെ ആക്രമണത്തിൽ 3 വയസ്സുകാരി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. നീലഗിരി ജില്ലയിലെ പന്തല്ലൂരിൽ തൊഴിലാളി സംഘടനകൾ ഹർത്താൽ ആചരിക്കുകയാണ്. അതിർത്തികളിൽ വാഹനങ്ങളും തടയുന്നുണ്ട്. പുലിയെ വെടിവെച്ചു കൊല്ലാതെ മൃതദേഹം ഏറ്റുവാങ്ങേണ്ടെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. പുലിയെ പിടികൂടാതെ റോഡ് ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന് നാട്ടുകാരും വ്യക്തമാക്കി. നമുക്കാദ്യം നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. കള്ളക്കേസിൽ കൊടുക്കുകയാണ് ഞങ്ങൾ ഇതേമാതിരി പ്രതിഷേധിക്കുന്ന ആൾക്കാരെ മേലെ. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യും. ഇന്നലെ രാത്രി ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട് ജനങ്ങളെ മേലെ. കാരണം ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതാക്കണത്? ഇതിന് വന്നിട്ട് പോലീസുകാർ ലാത്തി ചാർജ് ചെയ്തു. സ്ത്രീകളൊക്കെ അടിച്ച ചെറിയ ചെറിയ കുട്ടികളെ വരെ ലാത്തി ചാർജ് ചെയ്യുന്നുണ്ട്. കൊച്ചിനൊക്കെ പിടിച്ച് വലിച്ചെറിഞ്ഞ് ഒരു 2-2:30 മണിയായിട്ടുണ്ടാവും രാത്രി. ഞങ്ങൾ വന്ന തുണിക്ക് സ്ത്രീകളെയും എല്ലാവരും കുട്ടികളെയും എല്ലാവരെയും അവർ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ ഷൂട്ടിംഗ് ഓർഡർ കിട്ടി. ആ ഓർഡർ കിട്ടി ഷൂട്ടിംഗ് ചെയ്യുന്നവരെ ഈ സമരം തുടരും. പുലിയെ പിടികൂടാനായി മയക്കുവെടി സംഘം സ്ഥലത്തെത്തി. കടുവ ആക്രമണത്തിന് പിന്നാലെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് ലാത്തി വീശിയെന്ന് മരിച്ച കുട്ടിയുടെ അമ്മ മിലൻതി ദേവി റിപ്പോർട്ടറിനോട് പറഞ്ഞു. हम लोग रास्ता में बैठे हुए थे तो आया तो बोल रहे हैं कि हम लोग बच्चा चाहिए, तो कुछ नहीं बोला और फिर से है न लेडीज पुलिस को बुला ली और पूरा धक्का मुक्का कर रहे हैं, मारपीट कर दिया और फिर से है हम लोग के कुछ बात नहीं मान रहे हैं ऐसे कह के। और आप लोग उन सब के हम लोग बोले कि आप लोग के साथ में ऐसे होता तो आप लोग कैसे होते, हम लोग की मजबूरी अभी नहीं समझ रहे हैं, बोल रहे पर भी कुछ नहीं मान रहा है, सबके धक्का मुक्का करके और हम लोग के साइड कर दिया. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ ദീപക് മോഹൻ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുന്നു. ദീപക് മോഹൻ, പന്തല്ലൂരിൽ സംഭവിച്ചതിന്റെ വ്യക്തത വരുത്തുന്ന ദൃശ്യങ്ങൾ, പ്രതികരണങ്ങൾ അതൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് കൃത്യമായ അധികൃതർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും അവിടെയുണ്ട്. എന്നിട്ടും ചിലയിടങ്ങളിൽ മെല്ലെപ്പോക്കും അനാസ്ഥയും നിസ്സംഗതയും കാണുന്നത് എന്തുകൊണ്ടാണ്? ദീപകിന് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുജിയ, ഇന്നലെ വൈകിട്ടാണ് 3 വയസ്സുകാരിയായ ജാർഖണ്ഡ് തൊഴിലാളിയുടെ മകൾ കുമാരിയെ ഈ പുലി ആക്രമിച്ചു കൊന്നത്. അതിനു മുൻപും 2 ആഴ്ച മുൻപും ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. 3 തൊഴിലാളികളെ അന്ന് പുലി ആക്രമിച്ചിരുന്നു. അതിലൊരു സ്ത്രീ പിന്നീട് ആശുപത്രിയിൽ മരിച്ചു. അന്നും സമാനമായ രീതിയിൽ തന്നെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്നാൽ അന്ന് വനം വകുപ്പ് ഒരു കൂട് സ്ഥാപിച്ച് ഈ മേഖലയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നലെ ഈ പെൺകുട്ടി പുലിയുടെ ആക്രമണത്തിൽ മരിച്ചതിനെ തുടർന്ന് രാത്രി വൈകിയും ഈ റോഡ് ഉപരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ മേഖലയിൽ ആളുകൾ റോഡ് ഉപരോധിച്ചു. ദേവാല, പന്തല്ലൂർ, ഗൂഡല്ലൂർ, അതുപോലെ തന്നെ ചേരമ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വൈകിയ വേളയിലും റോഡ് ഉപരോധിച്ചു. അതിനിടയിലാണ് ഈ പന്തല്ലൂർ ഉപ്പട്ടി എന്ന് പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശത്ത് ഈ മരിച്ച പെൺകുട്ടിയുടെ അമ്മയെയും അച്ഛനെയും പോലീസ് ലാത്തി കൊണ്ടടിച്ചത്. ലാത്തിചാർജ് നടത്തി അവർക്കെതിരെ ക്രൂരമായ അക്രമം അഴിച്ചുവിട്ടു. ഇന്നിപ്പോ രാവിലെ നമ്മളിവിടെ എത്തിയ സമയത്ത് 40 പേരായിരുന്നു ആകെ ഉണ്ടായിരുന്നു, 40ഓളം പേർ. പിന്നീട് നിമിഷങ്ങൾക്കകം തന്നെ ആളുകൾ കൂടിക്കൂടി വന്നു. ഇതൊരു ജനസാഗര കടലായി മാറി. ഇപ്പോൾ ഏകദേശം 200ഓളം ആളുകൾ ആണ് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പോലീസ് എത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ തടയുന്നുണ്ട്. ഇന്നിപ്പോൾ ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളുടെ അതിർത്തികളിലാണ് വാഹനങ്ങൾ തടയുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ വരെ ഇവിടെയുണ്ട്. നാടുകാണി, വയനാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും തടയുന്നു. ഏതായാലും പന്തല്ലൂർ താലൂക്കിൽ കഴിഞ്ഞ വിവിധ പ്രദേശങ്ങളിലായി 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 5 പേരെയാണ് പുള്ളി ആക്രമിച്ചത്. ഇതിൽ 3 പേരാണ് രക്ഷപ്പെട്ടത്. ബാക്കി 2 പേരും മരിച്ചു. ഈ പ്രദേശവാസികളുടെ വലിയ തോതിലുള്ള ഒരു
പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം ഈ കൊലയാളിയായ ഈ ആക്രമണകാരിയായ പുലിയെ എത്രയും വേഗം വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിലുള്ളൊരു തീരുമാനങ്ങൾ ആദ്യമേ വനം വകുപ്പ് എടുക്കണം എന്നുള്ള ആവശ്യം ഇവർ ഉയർത്തിയിരുന്നു. എന്നാൽ അന്ന് വനം വകുപ്പ് ഇത് കാര്യമായി എടുത്തില്ല. പിന്നീട് ഇന്ന്, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ഒരാളെ പുലി ആക്രമിച്ച സമയത്താണ് ഇവിടെ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനം വകുപ്പ് കൂടുതൽ സേനയെയും അതുപോലെ തന്നെ മയക്കുവെടി സംഘത്തെയും ഈ മേഖലയിൽ വിന്യസിക്കുന്നത്.